ഹായ് വെൽക്കം ടു റിസോ. ഇന്ന് നമുക്ക് പറയാൻ പോകുന്നത് നമ്മുടെ ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് നമ്മൾ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ട്രാക്ക് ചെയ്യാന്നുള്ളതാണ്. അതിനായി നമ്മൾ ഫസ്റ്റ് വരുന്ന ഓപ്ഷനാണ് പേറോൾ മെനുവിലെ എംപ്ലോയി ലോൺസ് എന്നുള്ള ഓപ്ഷൻ. വൺസ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ ലോൺസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ലോൺ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതൊന്ന് ബൾക്കായിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വലി ഒരു എംപ്ലോയിക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. ആൻഡ് ഫോർ എക്സാമ്പിൾ നമ്മൾ ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഏത് എംപ്ലോയിക്കാണോ നമ്മൾ ലോൺ അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ആ എംപ്ലോയിനെ സെലക്ട് ചെയ്യുക. അതേപോലെ എത്രയാണ് ലോൺ എമൗണ്ട് അത് നമുക്കിവിടെ എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതിൻ്റെ ടെന്യൂർ മന്ത് അതും നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അവരുടെ EMI എമൗണ്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ആവും. അതേപോലെ ടെന്യൂർ മന്ത് അനുസരിച്ച് നമുക്ക് അവരുടെ EMI സ്റ്റാർട്ട് മന്തും അതേപോലെ EMIയുടെ എൻ മന്തും നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ആൻഡ് ഇൻ കേസ് നമുക്കിത് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും നമുക്കവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് വൺസ് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡീറ്റെയിൽസ് ഇവിടെ ഒരു ടേബിളിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും. ആൻഡ് ഈ എംപ്ലോയിൻ്റെ ഈ ലോണിൻ്റെ നമുക്ക് ഡീറ്റെയിൽസ് കാണണമെങ്കിൽ ജസ്റ്റ് ആ എൻട്രി സെലക്ട് ചെയ്ത് നമുക്ക് വ്യൂ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ ഈ ലോണിനെ ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. എത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അങ്ങനെ കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്കിവിടെ അപ്ഡേഷൻ കിട്ടുന്നതാണ്. ആൻഡ് ഇൻ കേസ് നമുക്ക് ഈ ലോൺ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് അപ്ഡേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതും ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും അഡീഷണൽ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. അത് ലോൺ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഇൻ കേസ് നമുക്ക് ഇനിയിപ്പോൾ ഒരു ബൾക്കായിട്ടാണ് ഈ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമ്മൾ നമ്മുടെ ടെംപ്ലേറ്റ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസിൻ്റെയും ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അത് നമുക്ക് ബ്രാഞ്ച് വൈസ് ഫിൽട്ടർ ചെയ്യണമെങ്കിൽ അങ്ങനെ ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ആൻഡ് നമ്മൾ വൺസ് അതിനകത്ത് എക്സലിലെ ചേഞ്ചസ് എല്ലാം വരുത്തി കഴിഞ്ഞാൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതും ഇവരുടെ സാലറി സ്ലിപ്പിൽ അപ്ഡേറ്റ് ആയി എന്നതാണ്. അപ്പോൾ ഏത് മന്തിലാണ് ഇവരുടെ EMI മന്ത് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് വെച്ചാൽ ആ മന്തിലെ സാലറി പ്രോസസ്സ് ചെയ്യുമ്പോൾ ആ ലോൺ എമൗണ്ട് ഡിഡക്ഷനായി കാണിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ കവർ ചെയ്യുന്നത്. താങ്ക് യു.